ഉമ്മ, എന്റെ മുറിയിലാരാ കയറിയത്? ഇമാം, അന്റെ ഉപ്പ കൊടുത്തച്ച ബുക്ക് എടുക്കാൻ. ഓൻ എന്തിനാ എന്റെ മുറി കയറിയത്? നിങ്ങൾ എന്തിനാ ഓൻ എന്റെ മുറിയിലേക്ക് കയറ്റി വിട്ടത്? അന്യ എന്റെ ഉപ്പാനെയും പഠിപ്പിച്ച ഉസ്താദിനെയാ ഈ ഓനെന്ന് വിളിക്കണത്. ഓൻ ആരാ? വലിയ ഇമാമാ? ഓന്റെ കാര്യം നോക്കിയാ പോരെ? എന്റെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ. ബാങ്ക് വിളിക്കണ ശബ്ദം കേട്ടൂടെ? അപ്പോഴാന്റെ പാട്ട്. ഈ പൊയ്ക്കോ അവിടുന്ന്. ഓനെ ഞാൻ വിടൂല. ഓനക്ക് ഞാനൊരു കോള് വെച്ചിട്ടുണ്ട്, ഈ നോക്കിയോ. ഈ ആരുടെ കാര്യം പറയണത്? ആ ഇമാമിന്റെ കാര്യം തന്നെ. എന്തുണ്ടായത്? ഓൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. പോസ്റ്ററൊക്കെ കീറിക്കളഞ്ഞു, കമ്പ്യൂട്ടറിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു. സഫ്നയുടെ പടവും. അപ്പൊ എന്റെ കള്ളിയെല്ലാം വെളിച്ചതായല്ലേ? അയാളാ ബെർലിയുടെ സ്നേഹിതനാ, ഈ സൂക്ഷിച്ചോ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെട്ട അയാളുടെ മയ്യത്തായിരിക്കും. അസ്സലാമലൈക്കും. ആ, വലൈക്കും അസ്സലാം. ഖാദറിരിക്ക്. എന്താ വർത്താനം? കേസ് നമ്മൾ ജയിച്ച് ഓന്റെ കള്ളത്തിനെല്ലാം അങ്ങോട്ട് പുറത്തായി. വീടിന്റെ ആധാരം തിരിച്ചു തരാൻ ബ്ലേഡ് ബാബുവിനോട് കോടതി പറഞ്ഞു. നമ്മള് കുറേശ്ശായിട്ട് പൈസ അടച്ചാൽ മതി ഇന്ന്. എന്റെ പടച്ച തമ്പുരാനേ. അത് നന്നായി. പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പം വല്ലാത്തൊരു നോട്ടാ. ഓൻ വല്ലതും വേണ്ടാത്തരം ചെയ്യുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഓൻ എന്ത് ചെയ്യാൻ? ഈ ധൈര്യമായിട്ടിരിക്കും. ആദ്യമായിട്ടാണ് ഞാനൊരു കേസ് തോക്കുന്നത്. എല്ലാത്തിനും കാരണമായി ഇമാമ. തൽക്കാലം പെട്രോൾ ബങ്കിന്റെ കാര്യം നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷെ ആ ഇമാമിനെ ഞാൻ വിടില്ല. കൊല്ലണം അപ്പ അന്നിയുടെ മോനെ. സൂര്യനും ചന്ദ്രനും താരകളും ഇഹമെല്ലാം തീർത്തവനല്ലാഹു. സ്നേഹത്തിൻ സാഗരമല്ലാഹു. നന്മതൻ നാഥനിതല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രതിഫല ദിനമതിനുടമയും നീ. ഇഹ പരലോകത്തിനധിപനും നീ. അടിമയമടിയനും വഴികാട്ടണം. ഇടനെഞ്ചിൻ പ്രാർത്ഥന കൈക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. സഫ്ന, നീ എന്നോട് എന്താ മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ എന്തെങ്കിലും ഒന്ന് പറയേ സഫ്ന. പ്ലീസ് പ്ലീസ്, എന്റെ മുത്തല്ലേ, എന്റെ പൊന്നുംകട്ടയല്ലേ. അന്നത്തോടെ എന്റെ കളിയൊക്കെ തീരുന്ന ഞാൻ വിചാരിച്ചത്. ബാപ്പ കണ്ടിരുന്നെങ്കിൽ മയ്യത്ത് കബറടക്കം ഒപ്പം തീർന്നേനെ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പോരെ? ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്താ സന്തോഷ കാര്യം? വന്നോ? നിങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുമായി നിങ്ങളുടെ ചില പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇന്നലെ മായയുടെ വീട്ടിൽ പോയില്ലേ? പ്രകാശിന്റെ വീട്ടിൽ ഇയാളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പണം കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ പാട്ടിലാക്കുന്ന നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് തന്നെ ഉദ്ദേശിച്ചത്.
പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തതാണോ നിങ്ങൾ വലിയ കുറ്റമായി കാണുന്നത്? എന്നാ നിങ്ങൾ ആരെങ്കിലും ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്ക്. അന്ന് ഞാൻ നിർത്തിയേക്കാം. അപ്പോ ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ആടാ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പോയത്? നിങ്ങളോട് എന്താ അവർ പറഞ്ഞിട്ട് പോയത്? ഓരെന്തോ ഒപ്പിക്കണുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കെ. നിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എനിക്കാരുടെയും സംരക്ഷണവും വേണ്ട. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇബ്ലീസുകൾ. ശ്ശേ. ജസ്ന, അനക്ക് എന്ത് പറ്റി? വല്ലാത്ത തലവേദന. അനക്ക് വീട്ടിൽ പോണോ? ആ വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്ത് പറ്റി ജസ്ന? ശരി, നീ കരയണ്ടാവാ. സ്നേഹം വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് നെയ്തു കൂട്ടിയത്. ഇങ്ങനെ പകൽക്കനാവും കണ്ടിരുന്നോ? നീ ഇന്ന് ക്ലാസ്സിന് വരുന്നില്ലേ? എന്ത് ക്ലാസ്? ഞാൻ നമ്മളെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. എന്ത്? ഈ പുഴക്കടവത്ത് ഒരു കൊച്ചു കൂര, അവിടെ ഞാനും നീയും ഈ കാറ്റും പ്രകൃതിയും നമ്മുടെ കുട്ടികളും. ആദ്യം ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. എന്റെ ബാപ്പാന്റെ കാര്യം അറിയാലോ. ഞാനിത് എത്രയാ പഠിക്കുക? രാത്രി മുഴുവൻ ഇരുന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കില്ലേ? നോക്കട്ടെ. ക്ലാസ്സിലായാലും വീട്ടിലായാലും എനിക്ക് എപ്പോഴും ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഗൾഫിലും പോണ്ട. നീ എന്നും എൻ്റെ അരികത്തുണ്ടാവണം. അന്നെ എനിക്ക് എന്നും ഇങ്ങനെ കാണണം. അന്നെ കണ്ട് കണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മരിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. ഔദു ബില്ലാ. അനസ്, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴിച്ച് നമ്മളൊരിക്കലും അത്തരക്കാരിൽ പെടരുത്. എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. മദ്രസയിലെ കുട്ടികളോട് പറയുന്ന പോലെ എന്നോട് പറയരുത്. മോനെ, അന്റെ വഴി തെറ്റായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നത്. അന്നെ തിരുത്താനും ശാസിക്കാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് നീ കൂട്ടിക്കൊള്ളു. ഇന്നലെയും നിന്റെ ഉപ്പ വിളിച്ചിരുന്നു. ഓനിതൊക്കെ അറിഞ്ഞാൽ? അതറിയിക്കാനല്ലേ നിങ്ങൾ നടക്കണത്. ഇനി ഇതുകൂടി പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല. അനസേ, ഇതെന്തൊക്കെ പറയണേ? ആദ്യം നിങ്ങൾ തന്നാവും. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് വിദേശികളുടെ കയ്യിൽ നിന്നും സക്കാത്തിൻ്റെ പേര് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ എത്ര പൈസയാണ് പറ്റുന്നത്? അതൊന്നും ആർക്കും അറിയില്ലെന്നാ നിങ്ങളെ വിചാരം. മോനെ അനസേ, അനക്ക് തിരിച്ചറിവിൻ്റെ ഒരു കാലം വരും. അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ. ഇമാമിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും തെറ്റുകാരനായി. സപ്ന, വേഗം ഒരുങ്ങിക്ക്. അന്നെ കാണാൻ ഒരു കൂട്ടിരിപ്പ് വരും. പറഞ്ഞു കേട്ടില്ലേ? വേഗം ഒരുങ്ങിക്കാൻ.
ഇങ്ങടെ ഇറങ്ങ്. ആരാ? പെണ്ണെ കാണാൻ വന്നതാ. അത് ഭ്രൂണായില്ല. അസ്സലാമലൈക്കും. കേറി വരീന്ന് വാ. ഓക്കെ, ഇടക്ക് തെറ്റി വീഴണ്ട. മാർബിളാണ് വന്നവിടെ. ഇനി ഇവിടെ കൊടുക്കും. എനിക്കും കിട്ടി. സപ്ന, സപ്ന, എന്താടി ഇത്ര താമസം? ഈ കാണുന്നതെല്ലാം മൂപ്പരുടെ സ്ഥലമാണ്. നിക്കാഹ് കഴിഞ്ഞത് എന്റെ ആവും. മുന്നിൽ കിടക്കുന്ന സ്ഥലം പൊന്നിന്റെ കാശ. ആദ്യം നമുക്ക് അത് വിൽക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ നീ അകത്ത് പോയി ഓളം മര്യാദക്കൊന്ന് കാണും. കമ്മീഷൻ അടിച്ച മയ്യത്താവും. മോളെ, എന്താ മോളെ, അനക്ക് ഓനെ പറ്റിയില്ലേ? എന്താ മോളെ? എനിക്ക് പഠിക്കണം. സപ്ന, ഇപ്പൊ കല്യാണമൊന്നും വേണ്ട. എന്താ ഇവിടെ? ഓൾക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് കല്യാണം. എന്താ അത് പോരെടാ? മുണ്ടാതെ ഒരു മൂലക്ക് ഇരുന്നോളാം. നിങ്ങളാണ് ഓളെ വഷളാക്കുന്നത്. മതി അവിടെ ഇരുന്ന് മോങ്ങിയത്. വേഗത്ത് കയറിപ്പോ. എന്തു പറ്റി സ്വപ്ന? ഇനി നമുക്ക് ഒരിക്കലും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എന്താ ഈ പറയണത്? ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നു. പാപ്പയ്ക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. അനക്കോ? അനസേ, ഈ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഒരു മാസത്തിന്റെ ഉള്ളില് കല്യാണം നടത്തുന്ന പാപ്പയുടെ സ്വഭാവം അറിയാലോ. ആരാ ഈ കാര്യം കൊണ്ടുവന്ന്? നിങ്ങളൊപ്പം നടക്കുന്ന ബ്രോക്കർ ഹംസ തന്നെ. വേറെ ആരാ? ഇതിൽ ആരുടെ നമ്മൾ നടത്തിയത്? തല്ലിക്കൊണ്ടൊക്കെ കാര്യം അറിയൂലല്ലേ? ഈ ബെർലിയുടെ നമുക്ക് കാര്യം നോക്കലടാ. സഫ്നാനെ ഞാൻ നോക്കുന്ന കാര്യം അനക്ക് അറിയുന്നല്ലടാ. അതൊരു തമാശക്കാന്തല്ലേ നമ്മൾ കരുതിയത്. അനക്ക് വേണമെങ്കിൽ നല്ലൊരു ഹൂറിനെ നമ്മൾ ഒതുക്കി സെറ്റപ്പ് ആക്കി തരാ. ഏത് അന്റെ ഒരു സെറ്റപ്പ് എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ഈ നിക്കാഹ് മുടക്കണം. ആ ചെക്കനെ ഇനി സഫ്നാനെ കാണാൻ വരാൻ പാടില്ല. മനസ്സിലായോടാ? എന്നിട്ട് ഈ എന്റെ കാര്യം ബെർലിനോട് പറയാം. മനസ്സിലായോ? ഞാൻ പറയാം. എന്നാ ഇപ്പൊ പോ. തടി വെച്ച്